ഇവനെങ്ങനെ ഇത് തോന്നി? പിന്നെ അറിഞ്ഞൂടെ അള്ളാഹുവേ, ഇവൻ്റെ ഇന്നും വന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂല എന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും. പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിൽക്കണതും മരിച്ച സഹോദരനായിരുന്നു. ഞാൻ രണ്ടാമത്തെ മോളാണ്. ഞങ്ങൾ മക്കൾ 6 പെൺമക്കളുണ്ട്. ഒരാൾ മരിച്ചുപോയി, 5 പേര് മക്കളുണ്ട്. ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല. മാറി മാറി കാലത്ത് ഒരാൾ പോകുമ്പോൾ വൈകുന്നേരം ഒരാൾ വരും, ആഹാരം വെച്ച് കൊടുത്തിട്ട് പോകും. അടുത്ത ആൾ വരുമ്പോൾ വേറെ അവർ കഴിക്കത്തക്ക ആഹാരം വെച്ച് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഉമ്മയ്ക്ക് ഈ പഴയ വീട്ടിൽ തന്നെ താമസിക്കാനാണ് ഇഷ്ടം. അവരെ കാല് ഇത് തറയിൽ ശരിയാവൂല, ചെരുപ്പിടൂല. അതുകൊണ്ട് അവിടെ തന്നെ സൗകര്യത്തിന് അവരവിടെ ഇരിക്കും. വീട്ടിൽ നിന്നും ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞാണ് മുക്കുന്നൂരിലെ അമൻ മനസ്സിൽ നിന്ന് ഫർസാന ഇറങ്ങിപ്പോയത്. എന്നാൽ ആ ഒരു ഇറങ്ങിപ്പോക്ക് അവൾ അറിഞ്ഞിരുന്നില്ല. തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള സത്യം. ഫർസാനയുടെ കൊലപാതകത്തിൽ ഞെട്ടിൽ മാറാതെ നിൽക്കുകയാണ് ഇപ്പോഴും വെഞ്ഞാറമൂട് മുക്കുന്നൂർ ഗ്രാമത്തിലുള്ളവർ. നാട്ടുകാർക്കൊക്കെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഫർസാന. അവള് സ്കൂൾ കാലം മുതൽ തന്നെ പഠനത്തിൽ ബഹുമിടുക്കിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർ പഠനത്തിനായി ആഗ്രഹിച്ച ആ ഒരു വിഷയത്തിൽ തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ചെയ്തു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ MSc വിദ്യാർത്ഥിനിയാണ് 22-കാരിയായ ഫർസാന. കുടുംബത്തിന്റെ പ്രതീക്ഷ. പിതാവ് സുനിൽ വെഞ്ഞാറമൂട്ടിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തുകയാണ്. പഠന കാര്യത്തിൽ ഏറെ താല്പര്യം കാണിച്ചിരുന്ന ഫർസാന നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു. 6 വർഷം മുൻപാണ് കുടുംബം മുക്കുന്നൂരിൽ താമസം തുടങ്ങിയത്. ചുറ്റുവട്ടത്തെ കുട്ടികളുടെ ട്യൂഷൻ ടീച്ചർ. അങ്ങനെയാണ് അഫ്സാനുമായി ഫർസാന പരിചയത്തിലാകുന്നത്. ആ ഒരു പരിചയം പിന്നീട് പ്രണയമായി. ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വൈകിട്ട് 3:30 ഫർസാന അവസാനമായി തിടുക്കത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ബൈക്കുമായി എത്തിയ അഫാന്റെ കൂടെ ഫർസാന വെഞ്ഞാറമൂട്ടിലെ പ്രതിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അവിടെ നടന്നത് മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു അരുങ്കൊലയായിരുന്നു. ഈ ഒരു കുടുംബത്തിലെ തന്നെ മുത്തശ്ശിയായിരുന്ന സൽമാ ബീവിയും കൊലപ്പെടുത്തിയത് വളരെ ക്രൂരമായിട്ട് തന്നെയായിരുന്നു. സൽമാ ബീവിയുടെ മക്കളും മരുമക്കളും വളരെ ഞെട്ടലിലാണ് ഈ ഒരു സംഭവത്തിന് ശേഷം. അവരുടെ പ്രതികരണം ഇങ്ങനെ: 4 വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത്. അവരാരും മക്കളെ കൂടെ നിൽക്കില്ല. ഈ പള്ളി നടയിൽ അവർ പോവുകയില്ല. നമ്മളെ വാപ്പ പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു. പള്ളിയുടെ നടയിൽ ഇപ്പം മദ്രസയിൽ കൊച്ചുങ്ങളുണ്ട്, ഉസ്താദന്മാരുണ്ട്, വലിയ കമ്പനിക്കാരൊക്കെ അവർ കഴിഞ്ഞ് പകരമൊക്കെ അവരങ്ങനെ കാണും. കൊച്ചുങ്ങളിറങ്ങി വരും, കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും. അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് വരൂല. ഇപ്പൊ വയ്യ, യാത്ര ചെയ്യാൻ വയ്യാത്തോണ്ട്. മുമ്പുള്ള കാലങ്ങളിലൊക്കെ വരുമായിരുന്നു, ആവശ്യത്തിനും വരുമായിരുന്നു. ഇപ്പൊ യാത്രയ്ക്ക് വണ്ടിയിലൊന്നും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരൂല. പയ്യനുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? പയ്യൻ അഫാനുമായിട്ട് അവരെ ഏറ്റവും ഇളയ മോനാണ്. അവനുമായിട്ട് എല്ലാ ചെറുമക്കളെക്കാളും കാര്യമാണ്. അവർക്ക് കിട്ടുന്ന പൈസ ബാക്കിയുള്ളവർ മരുന്ന് മേടിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും ഇവൻ വരുമെങ്കിൽ അവർ കൊടുക്കും. അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളിൽ കൂടുതൽ 26 ചെറുമക്കളുണ്ടെങ്കിൽ യമന്റെ കൂടെയാണ് കൂടുതൽ പൈസ ആയിട്ടും ആഹാരത്തിനായാലും ഇവർ കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെയാണ് ഇവന്റെ വാപ്പാരെ പറ്റും പറഞ്ഞു. ഇനി കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞ് അവരവരെ കൊണ്ടുപോക്കണ സഹായം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് ഉമ്മാരെടുക്ക വന്നു. 2 മോതിരം അവരെ കയ്യിൽ കിടന്നു. അത് അവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വരുമ്പോൾ പറയണത് പൈസ ഉണ്ടായിരുന്നു. അതും ഇവനും എൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോയി. പിന്നീട് അവർ പല ദിവസവും ഇവന്റെ കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് 2 മാല, 2 പേരായിട്ട്. 1 മാല അവർ കഴുത്തിയിട്ടേക്കും, 1 മാല ഊരി ഇവിടെ വെച്ചേക്കും. അപ്പൊ ഈ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന്. പിന്നെ മോളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തോന്ന് തന്നെ പറഞ്ഞു. അതിൽ ഇരട്ടയാണ്, ഒരാണും ഒരു പെണ്ണ്. ആണാൾ കൊടുത്ത് പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് 1 മാല കൊടുത്ത് 1 അവർ കഴുത്തിയിട്ടുണ്ട്. ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഉമ്മ പറഞ്ഞതാണ് ഉടനെ ഫുഡ് അപ്പൊ ഇന്നും വന്നിന്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂല എന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ ഞങ്ങൾ വരുമ്പോ ഉമ്മ തന്നെ പറയും. ഈ മാല കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഇത്തരൊരു സംഭവം. അതിനെ പറ്റി എനിക്ക് നമ്മളെ മനസ്സ് അങ്ങനെയാണ് പറയണത്. ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും. പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാൾ ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളുടെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിൽക്കുന്നതും മരിച്ച സഹോദരനായിരുന്നു. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നത് അവനാണ്. ലത്തീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവനെയും കൂടെ കൊലപ്പെടുത്തിയത്. ഉപദേശിച്ചത് ഇഷ്ടമായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയണല്ല. അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടല്ലോ. അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണ് കൊണ്ട് ബന്ധം ഉണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പൊ ഈ കൊല നടത്തിയതിനു ശേഷമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അറിഞ്ഞൂടാ. ചെറിയ പയ്യൻ വരാറുണ്ടോ? മിക്ക ദിവസവും അവനും ഇവനുമായിട്ട് തന്നെ വരണത്. പക്ഷെ ആ കൊച്ചൊന്നും പറയൂല. പൊതുവെ അങ്ങനെ സംസാരിക്കണ കൊച്ചല്ല. പക്ഷെ ഉമ്മാരോടെ അവൻ കാര്യം പറയൂ. ഉമ്മാരോടെ ഈ രണ്ട് മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. എനിക്ക് അവൻ വാ തുറന്ന വിളി കേൾക്കാത്ത സംസാരമാണ് പറയും ഈ മരിച്ച കൊച്ച്. ഇവനെ കണക്ക് മൂത്തോനെ കണക്ക് വാ തുറന്ന് അവൻ സംസാരിക്കൂല. അത്ര പാവം കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവനെയും കൊന്നു. ഇവരൊക്കെ ഇവനാണെന്നുള്ളത് കേട്ടിട്ട് ഇത് വെളിയിൽ നിറഞ്ഞ് ഈ പത്രത്തിലും ചാനലിലും വന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഞെട്ടണത്. ഇവൻ തന്നെ ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നേരിട്ട് അവൻ സ്റ്റേഷനിൽ പോയി ഹാജരായെന്നും ഇങ്ങനെയൊക്കെ സംഭവം നടന്നെന്നും നമ്മളത് ഞെട്ടിക്കുന്നത് ഇത് മുഖാന്തരമാണ്. ഇവൻ ഇങ്ങനെ ഇത് തോന്നി പിന്നെ അറിഞ്ഞൂടെ അള്ളാഹുവെ ഇവന്റെ സ്ഥിതിയിൽ ഇത് ഇവൻ സ്വയം ഇവൻ ഇന്ത്യയിൽ കഴിച്ചിട്ടൊന്നും ആണെന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇതുവരെയും കേട്ടറിവില്ല. ഇവൻ വേറൊരു വഴിയിൽ കൂടെ നീങ്ങിയതായി. എന്തായാലും അഫാന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പിതാവിന്റെ മാതാവ് സൽമ ബീബിയെ കൊന്ന കേസിലാണ് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ ഒരു കുടുംബം ഒന്നായിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നായിരുന്നു അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നത്. ഈ ഒരു ഉമ്മയ്ക്കും സഹോദരനോടൊപ്പം തന്നെ അഫാനും ജീവൻ എടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്നുള്ള ആശങ്കയും ഉണ്ടായിരുന്നു. അതെന്തായാലും വല്ലാത്തൊരു ആശങ്ക തന്നെയായിരുന്നു. എന്തായാലും ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്നുള്ള നിഗമനത്തിൽ എത്തുകയായിരുന്നു. ഉമ്മയും സഹോദരനെ കൊലപ്പെടുത്താനായിരുന്നു ആദ്യം പദ്ധതി ഇട്ട് എന്നാണ് ഈ ഒരു അഫാൻ മൊഴി നൽകിയത്. വീട്ടിലെ ചെലവുകൾക്കും മറ്റുമൊക്കെ ഈ ഒരു ഉമ്മ നിരന്തരം പണം കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. ഏകദേശം 65 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇത് മാറിയത്. പ്രധാനമായും 12 പേരിൽ നിന്നാണ് പലപ്പോഴുമായിട്ട് ഇങ്ങനെ പണം കടം വാങ്ങിയിരുന്നത്. ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിയിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയായിരുന്നു എന്നാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. റോളിംഗ് ആയിട്ടായിരുന്നു ഇവർ ചെയ്തിരുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ഈ ഒരു പിതൃ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും കാര്യമായി സഹായിച്ചില്ല എന്നായിരുന്നു ഈ ഒരു അഫാൻ പറയുന്നത് കേട്ടോ. അതിന്റെ ഒരു പ്രതികാരമായിരുന്നു അവരെയും കൊല്ലാനായിട്ട് അഫാൻ മുതിർന്നത്. കടബാധ്യതകൾ തീർക്കാൻ അവരെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്തു. ഈ ഒരു കാരണം ഇവരോട് പകയുണ്ടായിരുന്നു എന്നതായും അഫാന്റെ മൊഴിയിലുണ്ട്. പിന്നെ കാമുകിയായി ഫർസാനയെ കൊല്ലാനുള്ള കാരണം താനില്ലെങ്കിൽ അവൾ വേണ്ട എന്ന തീരുമാനമായിരുന്നു ഫർസാനയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു അഫാൻ പോലീസിന് മൊഴി നൽകിയത്. സംഭവ ദിവസം ആദ്യം ആക്രമിച്ചത് ഉമ്മയാണെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണിയോടെ ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ബോധരഹിതയായതോടെ മരിച്ചെന്ന് കരുതി മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്കും പോയി. ഇതിനുശേഷം വെഞ്ഞാറമൂടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി 1500 രൂപ കടം വാങ്ങി. തുടർന്ന് ഈ ഒരു പണം ഉപയോഗിച്ച് അടുത്തുള്ള കടയിൽ നിന്ന് ചുറ്റികയും ബാഗും എലിവിഷവും ഒക്കെ വാങ്ങിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ തല ഉയർത്തി നോക്കുന്നത് അഫാൻ കണ്ടു. ഇതോടെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയുടെ തലയ്ക്കടിച്ചു. ഇതിനുശേഷം പാങ്ങോട്ടുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്കും പോയി. അവിടെ എത്തി മുത്തശ്ശിയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ തയ്യാറായില്ല. തുടർന്ന് അഫാൻ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് മുത്തശ്ശിയെ തലയ്ക്കടിച്ചു വീഴ്ത്തി. അതിനുശേഷം കഴുത്തിൽ കിടന്ന മാലയൂരി വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലും എത്തി. സൽമ ബീവിയുടെ സ്വർണ്ണമാല പണയം വെച്ച് 74,500 രൂപ വാങ്ങി. ഈ പണത്തിൽ നിന്ന് കടം വാങ്ങിയ ആൾക്ക് ഓൺലൈൻ വഴി 40,000 രൂപയും കൈമാറി. ഇതിനുശേഷം SN പുരത്തെ പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി. ഇതിന് പിന്നാലെ വെഞ്ഞാറമൂട്ടിലെത്തി ഒരു ബാറിൽ കയറി മദ്യപിച്ചു. ഒരു ബോട്ടിൽ മദ്യം വാങ്ങുകയും ചെയ്തു. ഇതിനുശേഷമാണ് പെൺ സുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും അഫാൻ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷമായിരുന്നു വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ കീഴടങ്ങുന്നത്.